പല പ്രാവശ്യമായിട്ട് നാളെ ഒപ്പിടും നാളെ തീരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ. അല്ല, ഇന്നൊരു എടാപോടാ വിളിയും കാര്യങ്ങളും എന്തെന്നൊക്കെ ഉണ്ടായി. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടില്ല? ഇപ്പം നാളെ ഇപ്പോൾ സമരം തീരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ശുഭപ്രതീക്ഷയിൽ ഇനി അങ്ങോട്ട് എങ്ങനെയാണ്? സമരം തീർന്നാണ് നമ്മളിപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് കയറാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ ഡ്യൂട്ടിക്ക് കയറും. ഒരു മടിയില്ല, ഞങ്ങൾ ഡ്യൂട്ടിക്ക് തന്നെ കയറും, എല്ലാവരും കയറും. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പണിഷ്മെന്റ് കാര്യങ്ങളുണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അതായത് ഒരു നമ്മളിങ്ങനെ സമരത്തിന് ഇരുന്നുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് ഒരു ഇതായിട്ടുള്ള ഒന്നും ചെയ്യരുതെന്നുള്ള രീതിക്കാണ് അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കയറുന്നത്. ഒരു എന്താ പറയുക, ഒരു ഇതായിട്ടുള്ള ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 60 ദിവസം സമരം അവസാനിപ്പിക്കുമ്പം നിങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു കൊയിലി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അനിഷ്ട സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായി മാനേജ്മെൻറ്റുമായിട്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് കാരണം? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം 5 മാനേജ്മെൻറ്റ് സമ്മതിച്ചു, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് മാത്രം സമ്മതിച്ചില്ല. ഇപ്പോൾ ഈ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള 5 ഹോസ്പിറ്റലുകാരും നമുക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്യാം. അവർക്കും ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കും ഞങ്ങളുടെ അവസ്ഥയും ഇത് തന്നെ. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് രാപ്പകൽ സമരം? നാളെ ഇത് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നീതി കിട്ടുമെന്ന് അഥവാ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ രാപ്പകൽ സമരം തുടരും. നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആരെങ്കിലും രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടന വന്നിട്ടുണ്ടോ? അല്ല, അവിടെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മാത്യു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ ആരെങ്കിലും ഇന്നത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് വന്നിട്ടുണ്ടോ? ഇന്ന് വന്നിട്ടില്ല അവർ. പക്ഷേങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടെ വെളിപ്പുറത്തുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നിവിടെ എടി പൊടി എന്നുള്ള ഒരു വിളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു മാനേജ്മെന്റിൽ നിന്ന് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ? ഞങ്ങളുടെ മാനേജ്മെന്റിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ് ഈ നഴ്സുമാർ. അതായത് നിങ്ങളെ നഴ്സുമാരില്ലാതെ ഒരു ഹോസ്പിറ്റലിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. കാരണം ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റൽ മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിന് പറ്റുമോ? പറ്റില്ല. ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഇല്ലാതെ എന്തായാലും ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ പറ്റില്ലല്ലോ. നേഴ്സുമാരില്ലാതെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ. നേഴ്സുമാരില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പുതിയ നേഴ്സുമാരെ എടുത്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് എക്സ്പീരിയൻസ് ഉള്ളവരല്ല. എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളവരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ പുതിയ നഴ്സുമാരെ എടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ലാതെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് നഴ്സുമാരെ എടുക്കില്ല. ഇവിടെ നിങ്ങൾ ഇതുവരെ ജോലി ചെയ്ത് എത്ര വർഷമായിട്ട് ഏകദേശം നിങ്ങൾ കൊയിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു? ഞാൻ 16ാമത്തെ വർഷം. 16 വർഷം കൊയിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ഒരു തുച്ഛമായ ശമ്പളത്തിലായിരിക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ 3000 രൂപയിലൊക്കെ ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ 18,000 രൂപയിൽ നിൽക്കുന്നുണ്ട്. ഇനി അത് കൂട്ടിക്കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ഒരു സമരം. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നീതി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെയാണ് ഇപ്പം നിലവിൽ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 60 ദിവസം നിങ്ങൾ കളക്ടറേറ്റിൻ്റെ മുന്നിലും ഹോസ്പിറ്റലിൻ്റെ വാതിക്കലൊക്കെ സമരം ചെയ്തു. ഇന്നിപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഇന്നിവിടെ ഒരു അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ 60 ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സാലറി ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇനിയിപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ ഇത്രയും ദിവസമായിട്ട് സമരം, അതിൽ ആദ്യം ഹോസ്പിറ്റലിൽ പുറത്തിരുന്നു, ഉള്ളിലിരുന്നു, കളക്ടറേറ്റിലിരുന്നു. നമ്മൾ ഇന്നലെ ഈ 6 ആശുപത്രി സമരം ചെയ്തതിൽ 5 ഹോസ്പിറ്റലുകാർ ഒപ്പിട്ടു. ഇവർ ഒപ്പിടാത്തത് കൊണ്ടാണ് ഇന്നലെ നമ്മളൊരു പ്രതിഷേധമായി വന്നിട്ട് ഇന്നലെ ഇവിടെ ഇരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാരും സമരസഹായ സമിതിയിലെ ആൾക്കാരും കൂടി ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ കണ്ടു. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവർ ഒപ്പിടുമോ എന്നുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം അവർ വെയിറ്റ് ചെയ്ത് സംസാരിച്ച് നമ്മളിവിടെ നല്ല രീതിയിൽ സമാധാനപരമായിട്ട് ജസ്റ്റ് മുദ്രാവാക്യം വിളിച്ച് ഇവിടെ ഇരിക്കുക. നമ്മൾ വേറെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇവരൊരു 2:30 ആയപ്പോഴത്തേനും വന്നു. അപ്പം ഇവർ 2 ദിവസം കഴിഞ്ഞിട്ട് ഒപ്പിടാന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ഒരു 2 ദിവസം കാത്തിരിക്കുന്നത്? അതായത് അവിടെ കളക്ടറേറ്റിൽ തീരുമാനമായതല്ലേ? അതായത് MLA കളക്ടറേറ്റിൽ ഇവർ ഒപ്പിടാൻ വന്നിട്ടില്ല. ഈ മാനേജ്മെന്റ് വന്നിട്ടില്ല. ഇവരെ വിളിച്ചിട്ട് ഇവർ വന്നിട്ടില്ല ഒപ്പിടാൻ വേണ്ടിയിട്ട്. ഈ മാനേജ്മെന്റ് വന്നിട്ടില്ല. ബാക്കി എല്ലാ ഹോസ്പിറ്റലുകാരും വന്ന് ഒപ്പിട്ടു. അതിനെതിരെയാണ് നമ്മൾ ഇന്നലെ പ്രതിഷേധമായിട്ട് കളക്ടറേറ്റിൽ
അവിടെ ഉണ്ടായിരുന്ന സമരം ഇങ്ങോട്ട് മാറ്റി, രാപ്പകൽ സമരം ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ MLA-യും അതുപോലെ കളക്ടറും എന്തായിരുന്നു പറഞ്ഞത് ഈ അവർ ഒപ്പിടാത്തതുകൊണ്ട്? എന്താ അവര് ഇന്നിപ്പോൾ അവരോട് സംസാരിക്കാമെന്നുള്ള രീതിയിൽ ഇന്നലെ നമ്മുടെ TO മോഹൻ സാറ് പിന്നെ ഇവരെ വിളിക്കാനും സംസാരിക്കാനും ഇടപെടാനും ഒക്കെ കുറേ നോക്കി, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്നൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഇവര് ആര് വിളിച്ചാലും ഫോൺ എടുക്കൂല. ഇവർക്ക് ഒരു ലേബർ ഓഫീസറെ വിളിച്ചാലോ കളക്ടറെ വിളിച്ചാലോ മന്ത്രി വിളിച്ചാലോ ഒരു ചർച്ചയ്ക്കും വരില്ല. എല്ലാം ഒരു ധിക്കാരപരമായ ഇതാണ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായത്. എന്നിട്ട് നമ്മൾ ഇത്രയും സമയം നല്ല രീതിയിൽ അവർ വരുമ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിപ്പോർട്ട് അവർക്ക് സൈൻ ഇടാന്നുള്ള രീതിയിലോ എന്തെങ്കിലും അവർ പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത്. അപ്പം അവർ 2 ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇന്ന് 61ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു 61ാമത്തെ ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ അഥവാ വാടക, നിങ്ങളുടെ ലോണ്, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു? നമ്മുടെ എല്ലാം പെൻഡിങ് ആണ്. ഈ 2 മാസം ഒന്നാമത് നമ്മൾ സമരത്തിന് ഇറങ്ങിയ സമയം മെയ് പകുതിയാണ്, സ്കൂൾ തുറക്കുന്ന സമയം. കയ്യിൽ മെയ് മാസത്തെ സാലറി കുറച്ച് കിട്ടി. മക്കളുടെ ഫീസ്, ബുക്സ്, കാര്യങ്ങൾ എല്ലാം കുറേയൊക്കെ ആ ഒരു മെയ്യിൽ പകുതി സാലറി കിട്ടുന്നതുകൊണ്ട് ആ ഒരു കുറച്ച് ഇതായി. ബാക്കി കൂടുതൽ കുറേ സ്റ്റാഫുകൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒരുമാതിരി എല്ലാ ആൾക്കാർക്കും ലോൺ, EMI കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം പെൻഡിങ്ങിലാണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകളുണ്ടാവല്ലോ, അവരെ ഇവിടെ താമസിപ്പിക്കുന്നുണ്ടോ? സമരം ചെയ്തവരെ പുറത്താക്കുന്നുണ്ടോ? ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ ഹോസ്റ്റലിൽ മാത്രമേ ഉള്ളൂ, ഫുഡ് നമ്മൾ തന്നെയാണ്. അവർ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇനി എന്താണ് അങ്ങോട്ടേക്ക് തീരുമാനം? എന്താണ് എന്തായാലും ഇവരിപ്പം പറഞ്ഞിരിക്കുന്നത് നാളെ ഇവർ ഒപ്പുവെക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം ഒപ്പിട്ട് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താന്നുള്ളത്. അപ്പോൾ ഒപ്പിടുന്നില്ല ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇന്ന് ചെറിയ അവരുടെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല. ഒപ്പിട്ട് കഴിഞ്ഞാലേ നമുക്കിതിപ്പം പല പ്രാവശ്യമായിട്ട് നാളെ ഒപ്പിടും നാളെ തീരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ. അല്ല, ഇന്നൊരു എടാപോടാ വിളിയും കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അവർ ഇതിന് പോയായിരുന്നു. ഇറങ്ങി വന്ന സമയത്ത് നമ്മൾ അവരെ സാറ് പോകുന്ന സമയത്ത് ഒന്ന് സാധാരണ രീതിയിൽ ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്. സാറേ എന്താ ഇടാത്തതെന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാഫ് കാണാൻ വേണ്ടി ചെന്നതാണ്. നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കില്ല, നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളൊന്നൊരു സ്ത്രീകളല്ലേ, നമ്മളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ മോശമായ രീതിയിലാണ് നമ്മളെ സംസാരിച്ചത്. നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് ഉണ്ടായത്. അല്ല നമ്മളൊരു പ്രക്ഷോഭമാക്കാനോ ഒരു ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ സമാധാനപരമായിട്ടാണ് ഇത്ര ദിവസം ഇരുന്നത്. അപ്പം നമ്മുടെ നേരെയാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇതാക്കിയത്. ഓക്കെ, എന്ത് തന്നെ ആണെങ്കിലും ഇനിയിപ്പം നിങ്ങൾ ഒരുപാട്, അതായത് ഒരു കുട്ടി ജനിച്ച് ആ ഒരു ആൾ മരിക്കുന്നത് വരെയും നഴ്സുമാരുടെ സഹായം ഈ ഓരോ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേതനം കൂട്ടിക്കിട്ടട്ടെ, അതിനുവേണ്ടി നാളെ വരെ ഒപ്പിടട്ടെ എന്ന് തന്നെയാണ് കണ്ണൂർ മൗണ്ടനും ആശംസിക്കുന്നത്.